ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സ്വാഗതം. ഉടനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷ വാർത്ത ഉണ്ടാവുമെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷ വാർത്തകൾ വന്നുകൊണ്ടിരുന്നതാണ് നേരത്തെ. പക്ഷേ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അതെല്ലാം തടസ്സമായിരിക്കുകയാണ്. എന്താണോ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. പക്ഷെ എല്ലാ ഭാഗ്യങ്ങളും അനുഭവിക്കേണ്ടവർ തന്നെയാണ് നിങ്ങൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആരുടെയോ ഒരു മോശം ദൃഷ്ടി നിങ്ങളുടെ കാര്യങ്ങളിലുണ്ട്. നിങ്ങളെല്ലാത്തിലും വിജയിക്കേണ്ടവർ തന്നെയാണ്. ഏത് കാര്യം ചെയ്താലും അതിൽ വിജയിച്ചു വരേണ്ടവർ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ ആരോ വയ്ക്കുന്നുണ്ട്. അതൊരു മോശം ദൃഷ്ടിയായിട്ട് ആ കാര്യങ്ങൾക്കൊരു തടസ്സമായിട്ട് വരുന്നു. പക്ഷെ നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല ചിന്തിക്കുന്നത്. എല്ലാവരും നന്നായിരിക്കണം എന്നുള്ള നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങൾ. പിന്നെ എന്തിനാണ് നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളിലും വിജയങ്ങളിലും ഒരു തടസ്സം വരണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും അത് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ആരടുത്ത് അങ്ങനെ ഒരു വിദ്വേഷമോ അങ്ങനെയൊന്നും ആരടുത്തും ഇല്ല. നിങ്ങൾക്ക് എല്ലാവരടുത്തും സ്നേഹമായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ. ഉടനെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു സന്തോഷ വാർത്ത ഉടനെ വരുമെന്നുള്ളത് ഉറപ്പാണ്. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് നിങ്ങളുടെ അടുത്ത് എത്തും. അത് നിങ്ങൾ കേട്ടിരിക്കും. പക്ഷെ ഈ നിങ്ങളിൽ ഈ മോശമായിട്ടുള്ള ഈ ചിന്താഗതി വെച്ചിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് അറിയുന്നതായിരിക്കും. എന്തിനാണ് അവരിങ്ങനെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളെല്ലാം നന്മ മാത്രമാണ്. ഒരുപാട് നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നു. ഇടയ്ക്ക് വെച്ച് ഈ കാര്യങ്ങളെല്ലാം കുറച്ച് തടസ്സങ്ങളുണ്ടായി. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾ ചിന്തിച്ച് കാണും, ഇതെന്താണ് എൻ്റെ ലൈഫിൽ എന്താണ് ഇങ്ങനെ തുടരെ തടസ്സങ്ങൾ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ എന്തായാലും ചിന്തിക്കാതിരിക്കത്തില്ല. നമുക്ക് കുറേ കാര്യങ്ങളിങ്ങനെ തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുമല്ലോ. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ആ വ്യക്തി ആരാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ഇങ്ങനെയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണോ എന്നോട് ചിരിച്ചുകൊണ്ട് പെരുമാറിയത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷേ നിങ്ങൾ അതിലോട്ടൊന്നും ഒരു ശ്രദ്ധയും കൊടുക്കണ്ട. നിങ്ങളുടെ ലൈഫിൽ എല്ലാം സക്സസ്സിൽ എത്താനുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ ചിന്തിക്കുന്ന പോലല്ല മറ്റുള്ള ആൾക്കാർ. നമുക്ക് എല്ലാവരടുത്തും എല്ലാവരും നല്ലതായിരിക്കണം എന്നൊരു ചിന്തയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന പോലല്ല മറ്റുള്ളവർ. അതെന്ത് തന്നെ ആയാലും നിങ്ങൾ നന്മ ചെയ്ത് നിങ്ങൾക്ക് നന്മ വരുന്ന കാര്യങ്ങളിലോട്ട് ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വരുന്നുണ്ട് ജീവിതത്തിൽ. പക്ഷേ നിങ്ങൾക്ക് ആരും മിസ് ചെയ്യുന്നുണ്ട്. അതാരുമാകാം. അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ അതുപോലെ അടുത്ത ഒരു റിലേഷൻഷിപ്പിലുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ, ആരെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്ക്
അത് നിങ്ങൾക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എത്ര നിങ്ങളത് ചിന്തിക്കേണ്ട എന്ന് വെച്ചാലും നിങ്ങളുടെ മനസ്സിൽ അത് പിന്നെയും പിന്നെയും ഒരു ഒരു ദൃശ്യം പോലെ അതിങ്ങനെ മുന്നിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം സത്യമല്ലേ? സത്യമാണെങ്കിൽ നിങ്ങളതൊന്ന് എന്നെ അറിയിക്കണം. എനിക്കങ്ങനെ മനസ്സിൽ തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആരെയൊക്കെയോ നിങ്ങൾ ആരെയാണെന്ന് എനിക്കത് പറയാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ ആരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്നേഹിച്ച വ്യക്തികളാണ്. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ തിരിച്ച് അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. എല്ലാം നമ്മളിൽ തന്നെ, നമുക്കുള്ളത് നമ്മളിൽ തന്നെ തിരിച്ചു വരും. നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിണതഫലം അത് ഏത് വിധേനയാണെങ്കിലും അവർക്ക് കിട്ടും. ഏത് വഴിയാണെങ്കിലും അതേ സിറ്റുവേഷൻ അവരഭിമുഖീകരിച്ചിരിക്കും. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് സന്തോഷമായിട്ടും ഒരുപാട് സ്നേഹത്തോടെയും എല്ലാവരുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അങ്ങനെ തന്നെയാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷെ നമുക്ക് ചില നെഗറ്റീവ് സിറ്റുവേഷൻസ് വരുമ്പോൾ അത് നമ്മൾ പോലും അറിയാതെ നമ്മൾ മാറിപ്പോകാറുണ്ട്. അങ്ങനെ നിങ്ങളിൽ പലരും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് പോലും പറയാൻ പറ്റാത്ത ഒരു രീതിയിൽ നിങ്ങളുടെ സ്വഭാവങ്ങളും മാറിപ്പോകാറുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരിക, അതുപോലെ അത്രയ്ക്ക് വിഷമം ഉണ്ടാകുമ്പോഴാണ് ഈ ദേഷ്യം വന്നിട്ട് അതേപോലുള്ള സംസാരം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യവും ജീവിതത്തിൽ നടക്കാതെ എല്ലാത്തിലും ഓരോ തടസ്സം വന്നിട്ട് നിങ്ങളൊരു ഹെൽപ്ലെസ് ആയിട്ട് ഇരിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്തൊരു തടസ്സം വന്നാലും അതെല്ലാം നല്ല രീതിയിൽ അതിനെ തടസ്സപ്പെടുത്താനുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നും പേടിക്കാതിരിക്കുക. ഒന്നിലും ഒരു കാര്യത്തിലും ടെൻഷൻ വേണ്ട. നിങ്ങൾ അനുഭവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും, ഒരുപാട് വിഷമങ്ങൾ അതെല്ലാം നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ജീവിതത്തിലെല്ലാം നന്മയാണ് വരുന്നത്. ഇതിൽ കുറേ വ്യക്തികൾ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തോ ഒന്ന് പർച്ചേസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. അത് നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ വരുമ്പോഴും ഒരുപാട് സന്തോഷങ്ങൾ വരുമ്പോഴുമാണ് നമുക്കെതിരെയുള്ള വ്യക്തികളുടെ മുഖംമൂടി എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിൽ അടുത്ത് തന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു 21 ദിവസത്തിനകം നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത വരുന്നുണ്ട്. ഈ 21 ദിവസത്തിനകം നിങ്ങൾക്ക് എതിരായിട്ടുള്ളവർ
ആരാണെന്ന് വെച്ചാൽ അവർക്കും അവരുടെയും കർമ്മ വെച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതാരാണെന്ന്. നമുക്ക് എല്ലാവിധ നന്മകളും വരാൻ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. നമ്മൾ ആർക്കും അങ്ങനെ ദോഷം വരണം അങ്ങനൊന്നും നിങ്ങളിൽ ആരും അങ്ങനൊന്നും ചിന്തിക്കുന്നവർ കാണത്തില്ല. നിങ്ങൾ ഒരുപാട് ടവർ മൊമെൻ്റ് ഫേസ് ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഇനിയുള്ള ലൈഫെന്ന് വെച്ചാൽ എല്ലാം നിങ്ങളുടെ ലൈഫിലെല്ലാം നന്മയായിരിക്കും. ഒരുപാട് നല്ല നല്ല വാർത്തകൾ കേൾക്കാനും എല്ലാ അനുഗ്രഹങ്ങളും വന്നു എന്ന് അറിയാനും ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ന്യായം ലഭിക്കാൻ പോകുന്നുണ്ട്. ഈ ഫിനാൻഷ്യൽ കാര്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചതി പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോവുകയാണ്. അതൊക്കെ തിരിച്ചു കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് എതിരായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് വരേണ്ട പല അനുഗ്രഹങ്ങൾക്കും തടസ്സം വന്നിട്ടുണ്ട്. അതിനെല്ലാം ഇവിടെ ഒരു ന്യായം ലഭിക്കാൻ പോവുകയാണ്. അതെല്ലാം നിങ്ങൾ തന്നെ തിരിച്ചു വരും. നിങ്ങളിൽ നിന്ന് ആരോ എന്തൊക്കെയോ കാര്യങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനിയുള്ള നിമിഷങ്ങളിൽ നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടി എന്നുള്ള സന്തോഷ വാർത്ത അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരുപാട് വിശ്വാസമാണ് എല്ലാവരിലും. അത് നല്ല കാര്യം തന്നെയാണ്. എല്ലാവരിലും ഒരുപാട് വിശ്വാസമാണ്. ഈ വ്യക്തിയെ അതുപോലെ നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല. അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെല്ലാം തടസ്സങ്ങൾ വെച്ചിട്ടുണ്ടോ അതേ കാര്യങ്ങൾക്ക് തന്നെ അതിലിരട്ടി കാര്യങ്ങൾക്ക് അവരുടെ ലൈഫിലും തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ എതിരായിട്ടൊരാൾ വന്നു കഴിഞ്ഞു എന്നാണ് കാണുന്നത്. അവർക്ക് ഒരുപാട് തലവേദന അതിൽ നിന്നും അനുഭവിക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയെല്ലാം വന്നു ചേരുന്നത് നല്ല നല്ല വാർത്തകളായിരിക്കും. നല്ല സന്തോഷം തരുന്ന വാർത്തകളായിരിക്കും ഇനി കേൾക്കാനിരിക്കുന്നത്. പക്ഷേ ലൈഫിൽ ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ നമ്മൾ ഒരുപാട് സന്തോഷമായിട്ടും നമ്മളെല്ലാവരും വിശ്വസിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ സൂക്ഷിക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മളത് മുന്നോട്ട് സൂക്ഷിച്ച് തന്നെ പോകണം. നമുക്ക് ആ സമയം അങ്ങനത്തെ ചിന്തയൊന്നും വരത്തില്ല. നമുക്കെതിരെ ഒരു കാര്യങ്ങളും നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ നമുക്കെതിരെ ഒരു കാര്യങ്ങളും അങ്ങനെ അടുക്കാറില്ല. ചില സന്ദർഭങ്ങളിൽ അതേപോലെ നമ്മളെ അവർ ലക്ഷ്യം വെക്കുമ്പോൾ അത് നമുക്ക് നെഗറ്റീവായിട്ട് തന്നെ സംഭവിക്കും. അത് നമുക്കൊരുപാട് നഷ്ടങ്ങളുണ്ടാക്കും. പക്ഷെ ഇനിയുള്ള
നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് വൻ വിജയമായിരിക്കും. അത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ലൈഫ് എല്ലാം നേടാനുള്ളത് മാത്രമാണെന്ന് കാണുന്നത്. ആര് നിങ്ങളിൽ നിന്ന് എന്ത് അപഹരിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് കിട്ടും. അതിൻ്റെ ഒരു നന്മയായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ആ സമയം അത് നഷ്ടപ്പെട്ടു പോയാലും നിങ്ങൾക്ക് അതിൻ്റെ നല്ലത് തന്നെ ഇരട്ടിയായിട്ട് ലഭിക്കും എന്നാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ നല്ലൊരു തുടക്കം ഉണ്ടാകുന്നതാണ്, അങ്ങനെയാണ് കാണുന്നത്. ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ തുടരെ ഉണ്ടാകുന്നത്. നിങ്ങളിൽ പലർക്കും ആ നിമിഷങ്ങൾ ഒരുപാട് വേദനയായിട്ടാണ് ഇപ്പോൾ ഓർക്കുമ്പോൾ തോന്നുന്നത്. അത്രയ്ക്കും നിങ്ങൾ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നുപോയവരാണ്. ഇനി എല്ലാം നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ ധൈര്യപൂർവമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്കെല്ലാം സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി വരുന്നത്. നിങ്ങളൊന്നിലും വിഷമിക്കേണ്ടവരല്ല. എല്ലാവർക്കും നന്ദി. കമൻറ്റിലൂടെ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക്സ്.